ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിന് അഭിമാനമായിട്ടുള്ള മിൽമയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. അങ്ങനെ 2025 മിൽമയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളുള്ള നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഏണസ്റ്റ് അക്കാഡമി ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സയൻസ് വിഷയങ്ങളിൽ യോഗ്യതയുള്ളവർക്ക്, പ്രത്യേകിച്ചും കെമിസ്ട്രി വിഷയത്തിൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോൺ ഓഫീസർ കാറ്റഗറിയിലേക്ക് അത്യാവശ്യം ശമ്പളത്തോടുകൂടി തന്നെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മിൽമയിലെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ 2 റീജിയനുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. രണ്ടും രണ്ടായി തന്നെ അപ്ലൈ ചെയ്യുകയും 2 ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതുമാണ്. ഒന്ന് മലബാർ റീജിയനിലേക്കും മറ്റൊന്ന് ട്രിവാൻഡ്രം റീജിയനിലേക്കുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. 2 പോസ്റ്റിന്റെയും യോഗ്യത തുല്യം തന്നെയാണ്. വേക്കൻസികളും ഏറെക്കുറെ തുല്യം തന്നെയാണ്. നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തിരുവനന്തപുരം ഡയറിയിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കാം. ഇത് ലാബ് അസിസ്റ്റന്റ് കാറ്റഗറിയാണ്. 11B എന്നാണ് കാറ്റഗറി നമ്പർ അറിയപ്പെടുന്നത്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 29,490 തുടങ്ങി 85,160 അവസാനിക്കുന്ന സാലറി സ്കെയിലാണ്. 4 വേക്കൻസികളാണുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടുന്ന യോഗ്യത എന്ന് പറഞ്ഞാൽ BSc കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഉണ്ടായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഫോർ അഗ്രികൾച്ചർ വെറ്റിനറി യൂണിവേഴ്സിറ്റി. ഈ 2 യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇതിനകത്ത് എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 1 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഈ പറയുന്ന ഏതെങ്കിലും മേഖല ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഡയറിയിലായിരിക്കണം, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള, അതായത് ഫുഡ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു അക്രഡിറ്റഡ് ലാബിലോ വർക്ക് ചെയ്ത 1 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മലബാറിലേക്കുള്ളതാണ്. മലബാറിലേക്ക് വരുമ്പോൾ 4 വേക്കൻസികൾ തന്നെയാണുള്ളത്. നമ്പറിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ 3 വേക്കൻസി ജനറലിനും 1 വേക്കൻസി SCക്കുമാണ് മാറ്റിയിരിക്കുന്നത്. ഇവിടുത്തെയും യോഗ്യത മേൽ പറഞ്ഞത് തന്നെയാണ്. ഈ യോഗ്യതയുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിച്ചുള്ള പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി വെച്ചിരിക്കുന്നത്. 18 വയസ്സുള്ള ആർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ PG അപ്ലൈ ചെയ്ത് 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഏതൊരാൾക്കും, അതായത് PG കഴിഞ്ഞ് 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഏതൊരാൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇതിന്റെ പ്രായം മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. OBC SC ST വിഭാഗങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നത് കൂടിയായിരിക്കും. ഈ ഒരു പ്രായം കണക്കാക്കുന്നത്, 40 വയസ്സ് കണക്കാക്കുന്നത് 1/1/2025 40 വയസ്സ് കവിഞ്ഞു പോകാൻ പാടില്ല എന്ന ധാരണയിലാണ്. അപ്പോൾ ഈ ഒരു പ്രായപരിധിക്ക് അകത്തുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇതിന്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വ്യത്യസ്തങ്ങളുള്ള സ്റ്റേജ് ഉണ്ട്. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. റിട്ടേൺ എക്സാമിനേഷൻ ശേഷം അസസ്മെന്റ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഘട്ടങ്ങൾ കടന്ന ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുക. ഇനിയും ഈ ഒരു പോസ്റ്റ് വരുന്നത് ഓഫീസർ പോസ്റ്റ് അല്ല, ഇത് നോൺ ഓഫീസർ കാറ്റഗറിയാണ്. ഇവിടെ ജനറൽ കാറ്റഗറിക്ക് 700 രൂപ, അതായത് ജനറൽ OBC തുടങ്ങിയ എല്ലാ കാറ്റഗറിക്കും 700 രൂപയാണ്. SC ST ഒഴികെയുള്ള എല്ലാവരും ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇനി SC ST വിഭാഗങ്ങൾ 380 രൂപ, 700 നേർ പകുതിയായിട്ടുള്ള 350 രൂപ ഫീസ് അടച്ചാൽ മതിയാകും. ഈ ഫീസ് റീഫണ്ടബിൾ അല്ല. ഇനി ഇത് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ടാണ്. ഓഫ്ലൈൻ മോഡിൽ ഇതിന് അപേക്ഷിക്കാൻ പറ്റുകയില്ല. അപേക്ഷിക്കാൻ ഉള്ള അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27/11/2025 5 മണി വരെയാണ്. ഇതിന്റെ അപേക്ഷ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും ഇതിന്റെ അപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾ മലബാറിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ www.malabarmilma.com വഴി അപ്ലൈ ചെയ്യണം. ഇനി നിങ്ങൾ തിരുവനന്തപുരം റീജിയനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ www.mrcpu.com എന്ന സൈറ്റ് വഴിയും നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ളവർ, PG ഉള്ളവർ, കെമിസ്ട്രിക്കാർ, ഈ നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്കൊക്കെ കിട്ടാവുന്നതിൽ വെച്ചൊരു നല്ല പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് അറിയുന്നതിനും ഒപ്പം തന്നെ കോഴ്സിനെ സംബന്ധിച്ച് അറിയണമെങ്കിലും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.